ആനന്ദത്തോടെ ഞാൻ നൃത്തം ചെയ്യും, ആനന്ദത്തോടെ സ്തുതിക്കും. ഹല്ലേലൂയ. കർത്താവേ, ആനന്ദത്തോടെ അങ്ങയുടെ മുമ്പിൽ ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ സ്തുതിക്കാൻ എത്രവർക്ക് ആഗ്രഹമുണ്ട്. കർത്താവേ, അപ്പൻ്റെ വരവ് താമസമെങ്കിൽ ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ അപ്പാ സന്തോഷത്തോടെ അങ്ങയുടെ മുൻപിൽ എല്ലാം മറന്ന് സ്തുതിക്കാൻ, ആത്മാവിൽ സ്തുതിക്കാൻ, ആത്മാവിൽ പാടുവാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, ആത്മാവിൻ്റെ ശബ്ദം കേൾക്കുവാൻ, വചനപ്രകാരം നിലനിൽക്കുവാൻ, ക്രിസ്തുവിലൂടെ സഞ്ചരിക്കുവാൻ, ക്രിസ്തുവിൻ്റെ കൃപയാൽ ജ്വലിക്കുവാൻ, പാപത്തെ ജയിക്കുവാൻ, ദുഷ്ടനെ ജയിക്കുവാൻ, തോൽവിയടയുന്ന സകല വിഷയത്തിനകത്ത് ചാടി എഴുന്നേൽക്കുവാൻ. ഓ ഈ പുതിയ വർഷം പുതുപുത്തൻ അഭിഷേകം തരുകയാണ്. ഹല്ലേലൂയ. ദുഃഖങ്ങളെല്ലാം മറന്ന് അപ്പൻ്റെ കൂടെ നൃത്തത്തോടെ ജീവിക്കുവാൻ, ഇങ്ങനെ ദുഃഖങ്ങളെല്ലാം മറന്ന് എല്ലാം മറക്കണം. ഓ സ്തോത്രം. പിശാചിൻ്റെ പ്രവൃത്തികളൊന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ ആരുടെ പദ്ധതികളെ നടക്കൂ? യേശുവിൻ്റെ പദ്ധതികൾ മാത്രമേ നടക്കൂ. ആരുടെ പദ്ധതി മാത്രമേ നടക്കൂ? യേശുവിൻ്റെ പദ്ധതി മാത്രമേ നടക്കൂ. ദൈവത്തിൻ്റെ പദ്ധതി എന്താണോ എന്നെക്കുറിച്ചുള്ളത് അതേ നടക്കൂ. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് എന്താണോ ഉദ്ദേശം അതേ നടക്കൂ. അതിൻ്റെ നടുവിൽ ആരെല്ലാം മന്ത്രം ചെയ്താലും, ആരെല്ലാം പൂജ ചെയ്താലും, ആരെല്ലാം എന്തെല്ലാം ചെയ്താലും, ആരെല്ലാം എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഓടിയാലും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒന്നും നടക്കാൻ പോകുന്നില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ദൈവത്തിൻ്റെ ചിന്തയാണ് നടക്കുന്നത്, ദൈവത്തിൻ്റെ പദ്ധതി നടക്കൂ, ദൈവത്തിൻ്റെ ആലോചന നടക്കൂ, ദൈവത്തിൻ്റെ ഇഷ്ടമേ നടക്കൂ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട. അതുകൊണ്ട് യെശയ്യാവ് പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക, എന്നാൽ പ്രകാശം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതിയെ മൂടും. നിന്റെ മേലോ യഹോവ ഉദിക്കും. ആരുദിക്കും? യഹോവ ഉദിക്കുന്ന വർഷമാണ്. യഹോവ ഉദിക്കുന്ന വർഷം. യഹോവ ഉദിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു ചിന്തിച്ച് നോക്കിയേ. യഹോവ ഉദിക്കുന്നവൻ്റെ ജീവിതത്തിനകത്ത് A-Z-നകത്ത് ചലനം ഉണ്ടാകും. ജീസസ്. യഹോവ ഉദിച്ചാൽ, കർത്താവ് ഉദിച്ചാൽ. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് മനസ്സിലാകുന്ന എനിക്ക് അറിഞ്ഞൂടാ. സ്തോത്രം. വേറെ എന്തെങ്കിലും ഒരു ആലോചന ഉണ്ടെങ്കിൽ എല്ലാവരും കൈയടിച്ചേനെ. യഹോവ ഉദിച്ചാൽ എല്ലാമായി. ആമേൻ. ഹല്ലേലൂയ. യഹോവ ഉദിച്ചാൽ നിന്റെ വീട്ടിനകത്തുള്ളവർ നിന്നിലൂടെ യേശുവിനെ കാണും. യഹോവ ഉദിച്ചാൽ നീ പോകുന്ന വഴിക്ക്, നീ വരുന്ന വഴിക്ക് നിന്നെ ചോദിക്കുക പരിഹസിച്ചവർ യഹോവയെ കാണും. യഹോവ നിന്റെ മുന്നിൽ ഉദിച്ചാൽ ഒരുപാട് കാലം വേണ്ട, ഒറ്റ രാത്രി മതി തളിർത്ത് പൂത്ത് കായ് വന്ന് ഫലം വരാൻ. നഷ്ടപ്പെട്ടതെല്ലാം മടങ്ങി വരും. എത്രയൊക്കെ മനസ്സിലായി? എവിടെയൊക്കെ കൃപാവരങ്ങൾ നഷ്ടപ്പെട്ടുവോ, എവിടെയൊക്കെ അഭിഷേകം നഷ്ടപ്പെട്ടുവോ, കഴിഞ്ഞ നാടുകൾ തണുത്തുപോയോ, കഴിഞ്ഞ നാടുകൾ ഹല്ലേലൂയ മന്ദത വന്നുപോയോ, മടുത്തുപോയോ, തണുത്തുപോയോ, എന്നാൽ യഹോവയുടെ തേജസ് ഉദിച്ചാൽ ആ മന്ദതകൾ പോട്ടും, അലസതകൾ പോട്ടും, ആ മടികൾ പോട്ടും, ആ താല്പര്യക്കുറവുകൾ പോട്ടും. ഇന്ന് യഹോവയുടെ തേജസ് സ്തോത്രം ഉദിക്കുകയാണ്. ഹല്ലേലൂയ. സങ്കീർത്തനം 37:4 വായിക്കുമ്പോൾ അതിനകത്ത് വേദപുസ്തകം പറയുന്ന സങ്കീർത്തന പുസ്തകം 37-ാം അധ്യായം 34-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. സങ്കീർത്തനം 37:4 വായിച്ചേ. ഒന്നുകൂടെ. യഹോവയ്ക്കായി യഹോവയെ തന്നെ രസിച്ചു കൊള്ളുക. ഒരാൾ ഉറക്കെ വായിച്ചു തരും. ആരെങ്കിലും ഒരാൾ ഉറക്കെ വായിച്ചു തരും. ശബ്ദമുള്ളവരൊന്ന് ഉറക്കെ വായിച്ചേ. യഹോവയെ തന്നെ രസിച്ചു കൊള്ളുക. അവൻ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരും. ഹല്ലേലൂയ. യഹോവയെ തന്നെ രസിക്കാൻ കഴിയുന്നൊരു വർഷമായി മാറട്ടെ. ഈ ലോകത്തിലുള്ള ഒന്നിനുമല്ല രസം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഒരുപാട് ബൈബിൾ മെസ്സേജുകൾ, പ്രസംഗങ്ങളുണ്ട് അല്ലേ? ഒരുപാട് മെസ്സേജുകൾ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ സ്തോത്രം, ചില മെസ്സേജുകൾ കേൾക്കുമ്പോൾ ഇരിക്കൂലേ? യേശുവിൻ്റെ മെസ്സേജിൽ 3 രാവും 3 പകലും ആൾക്കാർ ഇരുന്നു അല്ലേ? കാരണം യേശുവിൻ്റെ മെസ്സേജിൽ എല്ലാവർക്കും തൃപ്തി തോന്നി, ആനന്ദം തോന്നി. യേശുവിൻ്റെ മെസ്സേജിൽ ആർക്കും വിശന്നില്ല, ഉറങ്ങിയില്ല, തളർന്നില്ല, ക്ഷീണിച്ചില്ല. എന്നാൽ ഇന്ന് അനേകർക്ക് മെസ്സേജിൽ കോമഡി മെസ്സേജാണെങ്കിൽ അവർ പെട്ടെന്ന് സമയം പോയതുപോലെ തോന്നൂലേ? പക്ഷെ കട്ടിയായിട്ടുള്ള മെസ്സേജെങ്കിലോ വരുമ്പോഴേ അവർ ഉറങ്ങി വീഴും. കണ്ടോ? അപ്പോൾ സിനിമയുടെ മുമ്പിൽ ഇരുന്നാൽ എന്ത് ചെയ്യില്ല? ഉറങ്ങുമോ? കറണ്ട് പോയാൽ എന്ത് ചെയ്യും? ഉടനെ പ്രാകുമല്ലേ? ആ ഭാഗം കാണാൻ പറ്റി, എത്രയും തീർന്നു പറയത്തില്ലേ? കാരണം എന്താ? രസം ഇതിനോടാണ്. കണ്ട, രസം അതിനോടാ. സിനിമയോട്, ലോകത്തിലുള്ള ചിലതിനോടാണ് രസം. യേശുവിനോടാണ് രസമെങ്കിൽ എന്ത് ചെയ്യും? എങ്ങനെ ഇരിക്കും? നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. അതിനോട് എങ്ങനെ താല്പര്യം കാണിക്കുന്നുവോ അതിനേക്കാൾ അപ്പുറം താല്പര്യം എന്തിൽ കാണിക്കും?
യേശുവിൽ കാണിക്കും. അപ്പോൾ ഈ പുതിയ വർഷം ക്രിസ്തുവിനോടുള്ള രസം, ലോകത്തിലുള്ള സകല രസങ്ങളും കുറഞ്ഞിട്ട് അവിടെയെല്ലാം ആരുമായിട്ടുള്ള രസം വരട്ടെ? യേശുവുമായിട്ടുള്ള, സ്തോത്രം, യേശുവുമായിട്ടുള്ള രസം. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. യഹോവയെ തന്നെ രസിച്ചു കൊള്ളുക, അവൻ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരും. ഈ 2025 ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ, ദൈവവൈതൽ, കർത്താവിൽ ജീവിക്കുന്നൊരു ദൈവവൈതൻ്റെ ആഗ്രഹം എപ്പോഴും കർത്താവിൻ്റെ ഹിതമായിരിക്കും. എന്തായിരിക്കും? കർത്താവിൻ്റെ ഇഷ്ടമായിരിക്കും ആഗ്രഹം. ദൈവത്തിന് സ്വന്തം ആ ആഗ്രഹം അതുപോലെ നടക്കാൻ പോയാ ആരുടെ ആഗ്രഹം നടക്കും? ദൈവത്തിൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ. പക്ഷെ കർത്താവിൽ ജീവിക്കുന്ന ഒരു പൈതൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഏതാഗ്രഹം വരുള്ളൂ? ദൈവത്തിൻ്റെ ആഗ്രഹം വരുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തിന് സ്വത്രം. എല്ലാവരോടും അല്ല ഭാഗ്യം പറയുന്നത്, കർത്താവിൻ്റെ മക്കളോടാണ് പറയുന്നത്. അവരാരിലും അവരിലുമാണ് യേശു, അവരിലും യേശുവിലുമാണ്. അപ്പോൾ ആ ഹൃദയം എങ്ങനെ ഇരിക്കും? ഒന്നായിരിക്കുകയാണ്. ആ ഹൃദയത്തിൻ്റെ ആഗ്രഹം എപ്പോഴും ഒന്നായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായ? ഒരേ ആഗ്രഹമായിരിക്കും. ഞാനും എൻ്റെ യേശു ഒന്നാകുമ്പോൾ യേശുവിൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം വരുന്നത്. അത് പറയാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. മനസ്സ്, നമ്മൾ ക്രിസ്തുവിൻ മനസ്സുള്ളവരത്രേ. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് ലേഖനത്തിൽ പറയും, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ തന്നെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരുടെ ആഗ്രഹം ക്രിസ്തുവിൻ്റെ ആഗ്രഹമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. മനസ്സിനകത്തുള്ള ചിന്തവും ഹൃദയത്തിനകത്തുള്ള ആഗ്രഹവും എല്ലാം ക്രിസ്തുവിനുള്ളതായിരിക്കും. ആ ഉദ്ദേശങ്ങളെല്ലാം ഈ 2025 നടക്കും. ഹല്ലേലൂയ. ആർക്കൊക്കെ ആഗ്രഹമുണ്ട്? സ്തോത്രം. ധൈര്യപ്പെടണം, ഭയപ്പെടേണ്ട. യെശയ്യാ 35:4 വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്നു, വായിച്ചേ. യെശയ്യാ പുസ്തകം 35-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ, ഉറക്കെ വായിച്ചേ. ഇതാ നിങ്ങളുടെ ദൈവം, മതി. ഹല്ലേലൂയ. അപ്പോൾ ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട. ഇതാ നിങ്ങളുടെ ദൈവം. ദൈവത്തിൻ്റെ പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു. ഹല്ലേലൂയ. പ്രതിഫലം ദൈവത്തിൻ്റെ മക്കൾക്കെങ്കിൽ പ്രതികാരം ആരോടാ? ശത്രുവിനോടാ. ഹല്ലേലൂയ. ആരാ പ്രതികാരം ചെയ്യുന്നത്? യേശുവപ്പൻ. ഹല്ലേലൂയ. ഈ പുതുവർഷത്തിൽ നമ്മളല്ല യുദ്ധം ചെയ്യുന്നത്, യുദ്ധക്കളത്തിൽ മുൻപിൽ ഇറങ്ങി ചെയ്യുന്നത് യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. പേടിക്കേണ്ട. യുദ്ധക്കളത്തിനകത്ത് ഇറങ്ങി യുദ്ധം ചെയ്യുന്ന ആരാണ്? യേശു കർത്താവാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, പടകിൽ യേശു ശിഷ്യന്മാരും കൂടെ യാത്ര ചെയ്തു അല്ലേ? ഹല്ലേലൂയ. യേശു കർത്താവ് ശിഷ്യന്മാരും കൂടെ യാത്ര ചെയ്തു അല്ലേ? പക്ഷേ അപ്പുറത്തൊരു വലിയൊരു വിടുതൽ നടക്കാനിരിക്കുമ്പോൾ ഇപ്പുറത്ത് തിരകളെല്ലാം ഒന്ന് ഇളകിയല്ലേ? കാറ്റെല്ലാം ആടി ഉലഞ്ഞു അല്ലേ? സ്തോത്രം. പടകെല്ലാം മറിയാറായി, വെള്ളം തിരകളാൽ മുങ്ങാറായി. ശിഷ്യന്മാരെല്ലാം അലറി വിളിച്ചു, കർത്താവേ തീർന്നു. എന്താ സത്യം? തൊട്ടപ്പുറത്ത് വലിയൊരു വിടുതൽ. ഇന്നത്തെ ചെറിയ ഇളക്കം കണ്ട് പേടിക്കരുത്. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇന്ന് നിന്റെ ജീവിതത്തിനകത്ത് ചെറിയൊരു ഇളക്കവും ചെറിയൊരു കലക്കവും ചെറിയൊരു പ്രതിസന്ധിയൊക്കെ ആയിരിക്കും. പേടിക്കല്ലേ. അക്കരക്കരയിൽ ഒരു വലിയ അത്ഭുതം. ആമേൻ. 15-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ആ കർത്താവ്, മക്കളെ, ഇന്നത്തെ ഇളക്കം കണ്ട്, ഇന്നത്തെ കാറ്റ് കണ്ട്, ഇന്നത്തെ പ്രതികൂലം കണ്ട്, ഇന്നത്തെ പ്രശ്നം കണ്ട് നീ പേടിക്കണ്ട. ഈ ഇളക്കം കണ്ട്, ഈ കാറ്റ് കണ്ട്, ഈ പ്രശ്നം കണ്ട് നീ പേടിക്കണ്ട. യേശു ക്രിസ്തു അമരത്ത് കിടന്ന് ഉറങ്ങുകയാണ്. യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നു? ഈ പ്രശ്നത്തിനകത്ത് സുഖമായിട്ട് കിടന്ന് കേട്ടോ. നീ എത്ര പ്രശ്നം ഉണ്ടാക്കിയാലും പ്രശ്നത്തെ ശാന്തമാക്കാൻ അധികാരമുള്ളവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എഴുന്നേൽക്കേണ്ട സമയത്ത് എഴുന്നേൽക്കും, ശാന്തമാക്കേണ്ട സമയത്ത് ശാന്തമാക്കും. ഹല്ലേലൂയ. ധൈര്യത്തോടെ പറ, എടാ, നീ എത്ര പ്രശ്നം ഉണ്ടാക്കിയാലും ആ പ്രശ്നത്തിൻ്റെ നടുവിലും എൻ്റെ അപ്പനുണ്ട്. ശിഷ്യന്മാർ തിരമാലയ്ക്കകത്തായിരുന്നു, ശിഷ്യന്മാർ പ്രശ്നത്തിനകത്തായിരുന്നു, ശിഷ്യന്മാർ കാറ്റിനകത്തായിരുന്നു, പടം ഉലഞ്ഞു. പക്ഷേ ആ പ്രശ്നത്തിനകത്ത് യേശു ഇല്ല എന്നല്ല, യേശു ഉണ്ടായിരുന്നു. എത്രയൊക്കെ സന്തോഷമുണ്ട് ഇത് കേൾക്കുമ്പോൾ. ഹല്ലേലൂയ. യേശു ഉണ്ടായിരുന്നു. പക്ഷേ യേശു എഴുന്നേൽക്കേണ്ട സമയത്ത് എഴുന്നേൽക്കും. അതുവരെ ഇത് വെള്ളം മുങ്ങുപോലെ തോന്നും, അതുവരെ ശിഷ്യന്മാർ കിടന്ന് അലറും, അതുവരെ കിടന്ന് പേടിച്ച് അലറി വിളിക്കും. പക്ഷേ എഴുന്നേൽക്കേണ്ട സമയം കഴിഞ്ഞു പോയാൽ യേശു നിർത്തത്തില്ല. സമയത്തിന് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? അപ്പുറത്ത് വലിയൊരു വിടുതൽ, വലിയൊരു അക്കരക്കരയിൽ ഒരു വിടുതൽ വെച്ചിട്ട് യാത്രയുടെ നടുവിൽ എന്ത് നടക്കും? ഒരു പ്രശ്നം ഉണ്ടാകും.
ഇപ്പം തീർന്നെന്ന് ചിന്തിക്കും. പേടിക്കട്ടെ, തീർന്നതല്ല, അപ്പുറത്തൊരു വിടുതലിൻ്റെ തുടക്കമാ. കരമടിച്ച് സൂചിച്ചേ. ഓ, തീർന്നതല്ല, അപ്പുറത്തൊരു വിടുതലിൻ്റെ തുടക്കം. ഓ ഷിക്കമാന റൂഢമാന റീബലധര ശക്കൽക്കരാധര ശിവനകരകജര അന്തൽക്കരകജര ശമാനകടകർ കഥര. മക്കളെ, കർത്താവ് പറയും, നീ പേടിച്ച് തകർന്നിനി എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 15:1 വായിച്ചേ. ആരാ സഹോദരങ്ങളെ? ഞാൻ ഒതുങ്ങി നിൽക്കുകയാണ് ഒരു പൊടി പോലെ, എൻ്റെ അപ്പൻ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞ മക്കളെ, ഈ 2024 സ്തോത്രം, യഹോവ നിന്റെ പരിചയായി. അടുത്ത വരി, നിന്റെ പ്രതിഫലം ആരാ? നമ്മുടെ മഹത്തായ പ്രതിഫലം ആരാ? യേശു. സ്തോത്രം. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും അങ്ങിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും അങ്ങിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിലുടയോനേ, എൻ്റെ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ്റെ ഹൃദയത്തെ കവർന്നോനേ, എൻ്റെ നിക്ഷേപം നീ തന്നെയാ. ഹല്ലേലൂയ. ഇവിടെ നോക്കിയേ, ഒന്നുകൂടെ വായിച്ചാൽ ബാക്കി ഇപ്പം വായി. ഞാൻ നിന്റെ പരിചയം, ഞാൻ നിന്റെ പരിചയം, അതിനഭിരഹം. ഈ പുതുവർഷം ചേർന്നിരുന്ന് എൻ്റെ അപ്പനോട് ചിലത് ചോദിക്കുന്ന കാലമാണ്. അപ്പൻ പറയും, എന്തോന്ന് പറയും? മക്കളെ, നീ പേടിക്കണ്ട. ഉടനെ അബ്രാം ശബ്ദം കേട്ടു അല്ലേ? ഈ പുതുവർഷത്തിൽ പറയുന്ന ഉടനെ, വർഷം കഴിഞ്ഞിട്ടല്ല, പിന്നെ അപ്പം തന്നെ ശബ്ദം കേൾക്കും. അപ്പം തന്നെ തിരിച്ച് നമ്മൾ ചോദിക്കും, കർത്താവേ എനിക്ക് എന്ത് തരും? സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അത്രമാത്രം അടുത്ത് നിന്ന് സംസാരിക്കാൻ ദൈവ പുതുവർഷം എന്നെ നിങ്ങളെ കാണുകയാണ്. സ്തോത്രം. ഒന്നിനെക്കുറിച്ചും കലങ്ങണ്ട, ഒന്നിനെക്കുറിച്ചും തളർന്നു പോകണ്ട, ഒന്നിനെക്കുറിച്ചും സ്തോത്രം പതറിപ്പോകണ്ട, ധൈര്യപ്പെട്ടിരിക്കുക. സങ്കീർത്തനം 27:14 പറയുന്നു. വായിച്ചേ, സങ്കീർത്തന പുസ്തകങ്ങൾ 27-14 വാക്യം വായിച്ചേ. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ആരല്ല നമ്മുടെ പ്രത്യാശ? ഈ പുതിയ വർഷം നമ്മുടെ പ്രത്യാശ, നമ്മുടെ ആശ, നമ്മുടെ എല്ലാം ആരല്ല? യേശു അപ്പൻ്റെ. ആ അപ്പച്ചൻ നമ്മുടെ കൂടെ ഉണ്ട്. ഒരു അനർത്ഥവും ഭവിക്കുകയില്ല. സങ്കീർത്തനം 91 അതിൻ്റെ 6 വാക്യം മുതൽ വായിച്ചേ. സ്തോത്രം. സങ്കീർത്തന പുസ്തകം 91:7 മുതൽ വായിച്ചേ. 7 മുതൽ. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും ഇതിലെ അപ്പൻ നിന്നിലും നമ്മൾ അപ്പനിലുണ്ട്. ഇളക്കം കണ്ടൊന്നും പേടിക്കണ്ട. ഇവന്മാരൊന്നും നമ്മുടെ അടുത്ത് വരത്തില്ല. ഹല്ലേലൂയ. ഒരു ശക്തിക്കും നമ്മളെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ കാലം, ഈ നാളുകളിൽ അപ്പൻ നമ്മളിലുണ്ട്. പേടിക്കണ്ട. അടുത്ത വാക്യം. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി. നമുക്കെതിരെയുള്ള അന്ധകാര മണ്ഡലങ്ങൾ എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. യേശു മാത്രം കർത്താവ്. ഹല്ലേലൂയ. സ്തോത്രം. അടുത്ത വാക്യം വായിച്ചേ. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു. അടുത്ത വരി പറഞ്ഞേ. 2025 ഒരനർത്ഥവും യേശുപ്പച്ചൻ എപ്പോഴാണോ നമ്മളെക്കുറിച്ച് നിശ്ചയിച്ചിരിക്കുന്ന അപ്പോഴല്ലാതെ
ഒരു അന്ധകാര ശക്തിക്ക് പറഞ്ഞ് ഒരു വാഴ്ചകൾക്കോ ഒരു അധികാരങ്ങൾക്കോ ഒരു ഇരുട്ടിനോ ഒരു ദുഷ്ടനോ ഞങ്ങളെ തൊടാൻ കഴിയത്തില്ല. കാരണം ഞങ്ങളിൽ യേശുവും യേശു ഞങ്ങളിലുമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. തൊടാൻ കഴിയത്തില്ല. പറഞ്ഞ് തൊടാൻ കഴിയത്തില്ല. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. അടുത്ത വരി എല്ലാവരും പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ, ഒരു ബാധയും പറഞ്ഞേ, ഒരു ബാധയും എൻ്റെ കൂടാരത്തിന് അടുക്കയില്ല. പറഞ്ഞേ, ഒരു ബാധയും. എല്ലാവരും പറഞ്ഞേ, ഒരു ബാധയും എൻ്റെ കൂടാരത്തിന്, എൻ്റെ വാഹനത്തിൽ, എൻ്റെ ഭവനത്തിൽ, എൻ്റെ ഉപജീവനത്തിൽ, എൻ്റെ തലമുറകൾക്കടുത്ത്, എൻ്റെ ശുശ്രൂഷയ്ക്കകത്ത്, എൻ്റെ വിശ്വാസ ജീവിതത്തിനകത്ത്, എൻ്റെ പ്രാർത്ഥന ജീവിതത്തിനകത്ത്, എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിനകത്ത് ഒരു ബാധയും അടുക്കയില്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം എന്മേലെ അടുക്കുകയില്ല സാത്താൻ. യേശുവിൻ്റെ രക്തം എന്മേലെ അടുക്കുകയില്ല സാത്താൻ. ഉലകത്തിനധിപതി സാത്താനേക്കാൾ എൻ ദൈവം വല്ലഭനാൻ. ഉലകത്തിനധിപതി സാത്താനേക്കാൾ എൻ ദൈവം വല്ലഭനാൻ. രക്തക്കോട്ടയ്ക്കുള്ളിൽ ഞാൻ നുഴഞ്ഞു കയറി ഒരു ബാധയും അടുക്കുകയില്ല, ഒരു ദോഷവും ഭവിക്കുകയില്ല. രക്തക്കോട്ടയ്ക്കുള്ളിൽ ഞാൻ നുഴഞ്ഞു കയറി ഒരു ബാധയും അടുക്കുകയില്ല, ഒരു ദോഷവും ഭവിക്കുകയില്ല. മലകൾ കുന്നുകൾ ഇളകിയാലും നിന്ദയ മാറുകില്ല. മലകൾ കുന്നുകൾ ഇളകിയാലും നിന്ദയ മാറുകില്ല. അനാദി സ്നേഹത്തെ അണച്ചു ചേർത്തിടുന്നു. രക്തക്കോട്ടയ്ക്കുള്ളിൽ ഞാൻ നുഴഞ്ഞു കയറി ഒരു ബാധയും അടുക്കുകയില്ല, ഒരു ദോഷവും ഭവിക്കുകയില്ല. രക്തക്കോട്ടയ്ക്കുള്ളിൽ ഞാൻ നുഴഞ്ഞു കയറി ഒരു ബാധയും അടുക്കുകയില്ല, ഒരു ദോഷവും ഭവിക്കുകയില്ല. രക്തക്കോട്ടയ്ക്കുള്ളിൽ ഞാൻ നുഴഞ്ഞു കയറി ഒരു ബാധയും ഒരു ദോഷവും ഭവിക്കുകയില്ല. രക്തക്കോട്ടയ്ക്കുള്ളിൽ ഞാൻ നുഴഞ്ഞു കയറി ഒരു ബാധയും അടുക്കുകയില്ല, ഒരു ദോഷവും ഭവിക്കുകയില്ല. രക്തക്കോട്ടയ്ക്കുള്ളിൽ ഞാൻ നുഴഞ്ഞു കയറി ഒരു ബാധയും അടുക്കുകയില്ല, ഒരു ദോഷവും ഭവിക്കുകയില്ല. ഹല്ലേലൂയ. എത്ര സന്തോഷം പറയുന്നുണ്ട്. യേശുവിൻ്റെ രക്തത്തിനകത്താണ് ഞാൻ. ആ രക്തത്തിൽ പൊതിഞ്ഞിരിക്കുകയാണ്, ആ കൃപയ്ക്കകത്തിരിക്കുകയാണ്, ആ യേശു ഇരിക്കുകയാണ്, ആ സാന്നിധ്യത്തിനകത്തിരിക്കുകയാണ്, ആ തേജസ്സിനകത്തിരിക്കുകയാണ്. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെ കൂരിട്ട് ജാതികളെ മൂടുന്നു. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ആ തേജസ് യഹോവ ഉദിക്കും, യഹോവ ഉദിക്കും. അവൻ്റെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഇന്ന് ഇതിനകത്ത് തേജസ്സിനാൽ ചുറ്റപ്പെട്ട പൈതലെ നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. അടുത്ത വരി, ഒരു ബാധ നിന്റെ കൂടാരത്തിനകത്ത് അടുത്ത് അടുക്കയില്ല. അടുത്ത വരി ശ്രദ്ധിച്ച്, എല്ലാ വഴികളിലും പറഞ്ഞേ, എൻ്റെ എല്ലാ വഴികളിലും പറഞ്ഞേ, വാ തുറന്ന് പറഞ്ഞേ, എൻ്റെ എല്ലാ വഴികളിലും എന്നെ കാക്കാൻ. അടുത്ത വരി പറഞ്ഞേ, എല്ലാ വഴിയിലും ദൂതന്മാരുണ്ട്, ദൂതന്മാരുടെ നടുവിൽ സൈന്യത്തിൻ്റെ അധിപതിയായ യേശുവുണ്ട്. പറഞ്ഞ് എല്ലാ വഴിയിലും പോകുമ്പോൾ വരുമ്പോൾ രാത്രികളിൽ പകലുകളിൽ എല്ലാ വഴിയിലും എല്ലാ വഴിയിലും എല്ലാ വഴിയിലും എല്ലാ ഭാഗം തുറന്ന് പറഞ്ഞ് എല്ലാ വഴിയിലും എൻ്റെ കൂടെ, എൻ്റെ ഭവനത്തിനകത്ത്, എൻ്റെ ഭവനത്തിൻ്റെ പുറത്ത്, എൻ്റെ എല്ലാ ഭവനത്തിൽ അംഗങ്ങളെ കൊടുത്ത്, ദൈവാംഗങ്ങൾ കൊടുത്ത് സ്തോത്രം. എല്ലാ എൻ്റെ ഭർത്താവിൻ്റെ മേൽ, എൻ്റെ മകൻ, എൻ്റെ മാതാവ്, എൻ്റെ പിതാവ്, എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ സഹോദര കുടുംബങ്ങൾ, എൻ്റെ ദേശത്തിൻ്റെ നടുവിൽ, എൻ്റെ സഭയ്ക്കകത്ത്, സകല വിശ്വാസ കുടുംബങ്ങൾക്കകത്ത് എൻ്റെ കർത്താവുണ്ട്. അതുകൊണ്ട് ഒരനർത്ഥവും ഭവിക്കയില്ല, ഒരു ബാധ അടുക്കയില്ല. ആ രക്തത്തിനകത്താണ്, ആ സാന്നിധ്യത്തിനകത്താണ്, ആ സാന്നിധ്യത്തിൽ തുറന്ന് പറഞ്ഞ് ആ സാന്നിധ്യത്തിനകത്താണ് ശത്രുവിൻ്റെ രഹസ്യ പദ്ധതികളെല്ലാം പൊളിയുന്നു. അതത് സമയങ്ങളിൽ ലഭിക്കേണ്ടതെല്ലാം ദൈവം തരും. തുറന്ന് പറ, അതത് സമയങ്ങളിൽ, അതത് സമയങ്ങളിൽ, അതത് സമയങ്ങളിൽ, അതത് സമയങ്ങളിൽ എനിക്ക് വേണ്ടി ദൈവം എന്താണോ തരാൻ ആഗ്രഹിക്കുന്നത് അത് എൻ്റെ ദൈവം തരും, എൻ്റെ ദൈവം തരും. തന്നാലും തന്നില്ലെങ്കിലും ഞാൻ യേശുവിൻ്റെതും യേശു
യേശു എൻ്റേതും. ഓ, തന്നാലും തന്നില്ലെങ്കിലും, ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ എൻ്റെ അപ്പൻ്റെതും, അപ്പൻ എൻ്റേതും അത്രേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. അടുത്ത അവർ. അപ്പോൾ ദൂതന്മാർ ഒരാളല്ല, ഒരുപാട്, ഒന്നിലധികം പേർ. ഒറ്റ ദൂതന് 1,85,000 പേരെ ഒറ്റയ്ക്ക് നിന്ന് തകർക്കാനുള്ള ശക്തി ഉണ്ടാക്കുക ഒറ്റ ദൂതന്. അങ്ങനെയെങ്കിൽ ദൂതന്മാരാണ് കാക്കുന്നത്. അപ്പോൾ ഒരാളല്ല നമ്മുടെ കൂടെ പോകുമ്പോൾ, വരുമ്പോൾ, രാത്രിയിൽ പകലിൽ ദൂതന്മാർ. അമ്മേ, ദൂതന്മാർ നോയിക്കൊണ്ട് നിൽക്കുമ്പോൾ മന്ത്രം കൊണ്ടുവന്നാൽ വല്ലതും നടക്കുമോ? പറ, നടക്കുമോ? പിന്നെ ദൂതൻ്റെ വാളിൻ്റെ വായ്ത്തലയിൽ വെട്ട്, അങ്ങനെ വെട്ടി വീഴ്ത്തിക്കൊണ്ടിരിക്കും. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഒന്നിനെ കുറിച്ച് എന്തുണ്ട പേടിക്കില്ല. അടുത്തവർ വായിച്ച്. നോക്കിയേ, സിംഹത്തിൻ്റെ പേര് അണനുമേലും ചവിട്ടൊക്കെ പറ്റും. അടുത്തത്, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ എന്ത് ചെയ്യും? ചവിട്ടുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ ചവിട്ടേണ്ട സാഹചര്യമൊക്കെ ചിലപ്പോൾ ഈ വർഷം വന്നെന്ന് ഇരിക്കും, പക്ഷെ നീ തകരില്ല. വന്നെന്ന് ഇരിക്കും, പക്ഷെ തകരില്ല. എന്തുകൊണ്ട് തകരില്ല? അതാടുത്തവർ. ഓ, നീ പറ്റിയിരിക്കുന്ന ആരോടുകൂടെ? നമ്മൾ യേശപ്പനോട് പറ്റിയിരിക്കുന്നത് കൊണ്ട് ചവിട്ടിയാലും തൊഴിച്ചാലും അവനൊരു ചുക്കും ചെയ്യാൻ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഒരു ചുക്കും ചെയ്യാൻ ഒരു ശക്തി, ഒരു ഇരുട്ടിനും, ഒരു ദുഷ്ടനും, ഒരു ദുഷ്ടനും, ഒരു ദുഷ്ടനും, ഒരു ദുഷ്ടനും, ഒരു ദുഷ്ടനും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പറഞ്ഞ് ധൈര്യത്തോടെ പറഞ്ഞേ. അതിനേക്കാൾ ഏറ്റവും മോശമായി എൻ്റെയും നിങ്ങളുടെയും കൂടെ ദൈവം നടക്കുമ്പോൾ ദൈവം എന്ത് ചിന്തിക്കണം നോക്കി. നമ്മൾ ഈ ഭൂമിയിൽ ഈ ഒരാളിൻ്റെ ജീവിതമല്ല നമ്മൾ നോക്കേണ്ടത്. കർത്താവായ യേശുക്രിസ്തു മുഴുവൻ പേരെ നോക്കുകയാണ്. അപ്പം ആ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദാവീദ് പിന്നെ എങ്ങനെ മതിമറന്ന് സ്തുതിച്ചത്? ഞാൻ എന്തെല്ലാം ചെയ്തിട്ടും, ഞാൻ എവിടെയെല്ലാം നിന്നിട്ടും എന്നെ സ്നേഹിച്ചല്ലോ എൻ്റെ യേശു, എന്നെ രക്ഷിച്ചല്ലോ എൻ്റെ യേശു എന്നുള്ള ആ ബന്ധം, അവിടെയാണ് ആരാധന വെളിപ്പെടുന്നത്. അല്ലാതെ എനിക്ക് സ്വത്രം കർത്താവ് എനിക്ക് ഇന്ന് തന്നല്ല, അതല്ല ആരാധന. പിന്നെ എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചത്, എൻ്റെ യേശു എനിക്ക് വേണ്ടി ഉയർത്തത്. യേശു പ്രവചിച്ചു ഇല്ലേ? യേശുവിനെ നോക്കി പ്രവചിച്ചോ ഇല്ലേ? പ്രവചിച്ചു. എന്താ പ്രവചിച്ചേ? സ്വത്രം, ഞാൻ 3-ന് പുറത്തു വരും. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു അല്ലേ, നിങ്ങൾ അടക്കം ചെയ്താൽ 3-ന് പുറത്തു വരും. ദൈവത്തിന് സ്തോത്രം. ആ പീലാത്തോസിന് കുറുക്കനോട് പോയി പറ. കുറുക്കൻ പറഞ്ഞു വിട്ടു, തീർത്ത് കളയും. യോഹന്നാനെ തീർത്ത് കഴിഞ്ഞപ്പോൾ യേശുവിനെ തീർക്കുമെന്ന് പറഞ്ഞു അല്ലേ? യേശു പേടിച്ചോ? ഇവിടെ എൻ്റെ ദൈവത്തിനൊരു സമയമുണ്ട്. അപ്പോൾ എന്നെ എങ്ങനെയാണോ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം കൊണ്ടുപോകേണ്ടത്, ഈ ജനം മുഴുവൻ സ്വർഗത്തിലെത്താൻ ദൈവം എന്നെ എവിടെ കൂടെ കൊണ്ടുപോകണം, അത് കൊണ്ടുപോയി നിന്ന് പറഞ്ഞുകൊണ്ട് കുറുക്ക നീ പറയുന്നൊന്ന് നടക്കാൻ. അർത്ഥം, ഈ ലോകത്തിലുള്ള മനുഷ്യൻ പറയുന്നതല്ല ദൈവം നമ്മൾ നടത്താൻ പോകുന്ന ദൈവത്തിൻ്റെ ഹിതം. ഹല്ലേലൂയ. ആരൊക്കെ ഏറ്റു പറയുന്നുണ്ട്? നമ്മൾ നടക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞ വാക്കല്ല, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ ചെയ്യും. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ ഹിതങ്ങൾ ചെയ്യും. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ച് എന്ത് ചെയ്യില്ലേ? പതറല്ലേ. ഹല്ലേലൂയ. ദാവീദ് നൃത്തം ചെയ്തു, സ്തുതിച്ചു. അപ്പോൾ നമ്മൾ സ്തുതിക്കുന്നതും നൃത്തം ചെയ്യുന്നത് വേറെ ഒന്നിനുമല്ല, എനിക്ക് അത് കിട്ടി ഇത് കിട്ടി അതല്ല. പിന്നെ എൻ്റെ അപ്പ, ഈ കോടികളുടെ നടുവിൽ ഏറ്റവും പാപിയായി എന്നെ, ഇത്രയും സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ഒരു പാവവും ചെയ്യാത്ത എൻ്റെ ദൈവത്തിൻ്റെ കണ്ണിൽ കണ്ടതിനെ ഓർത്ത്, എന്നിട്ട് എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് മരിച്ചതോർത്ത്, എന്നെ രക്തം കൊണ്ട് കഴുകിയത് ഓർത്ത്, എൻ്റെ പേര് ആ ജീവൻ്റെ പുസ്തകത്തിനകത്ത് എഴുതിയത് ഓർത്ത്, ഹല്ലേലൂയ. അപ്പാ, എന്നെ ചേർത്ത് പിടിച്ചത് ഓർത്ത്, എന്നെ കൂടെ കൊണ്ട് നടക്കുന്നത് ഓർത്ത്, ഇന്നും രാത്രിയും പകലും കൂടെ ഇരിക്കുന്നത് ഓർത്ത്, ഹല്ലേലൂയ. അതിനാണ് സ്തുതിക്കേണ്ടത്. സ്തുതിക്കേണ്ടതിന് മാത്രമേ എന്ത് ചെയ്യാവൂ? നമ്മൾ സ്തുതിക്കേണ്ടതിനാണ്. നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് ആരാധന വെളിപ്പെട്ട് വരണം. എന്ത് ആരാധന? ദൈവത്തെ സ്തോത്രം, ദൈവത്തിൻ്റെ മുമ്പിലുള്ള ആരാധന. എന്തിനു വേണ്ടിയുള്ള ആരാധന? കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത ആ ക്രൂശ് മരണം, ആ മരണത്തിലൂടെ എന്നെ വിടുവിച്ച വിടുതൽ, സ്തോത്രം, ഹല്ലേലൂയ. ആ വിടുതലിനെ ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം നമ്മൾ ആരാധിക്കണം. ആ ആരാധനയാണ് ആര് പ്രസാദിക്കുന്നത്? വിശ്വാസത്തോടെ ആരാധിക്കുമ്പോൾ ദൈവം പ്രസാദിക്കും. ഇനി അടുത്ത സങ്കീർത്തനം, അടുത്ത വാക്യം വായിച്ചേ. കർത്താവ് വിടുവിക്കാൻ കാരണം എന്താ? ആരോട് പറ്റിയിരിക്കുന്നു?
നമ്മൾ കർത്താവിനോട് പറ്റിയിരുന്നാൽ പാമ്പുകളെയും തേളുകളൊക്കെ ചവിട്ടും, സിംഹത്തിന് മേലാണെങ്കിൽ ചവിട്ടും, പക്ഷേ ഒരു കുഴപ്പവും പറ്റത്തില്ല. കാരണം എന്താ? നമ്മൾ പറ്റിയിരിക്കുന്നത് എവിടെയാണ്? യേശു. പേടിക്കരുത്. ആൾക്കാർ പറയുന്നതല്ല നോക്കേണ്ടത്, നമ്മൾ ആരെ നോക്കണം? ദൈവത്തെ നോക്കണം. നമുക്ക് ദൈവമാണ് വലുത്, വചനമാണ് വലുത്. വചനമേ നടക്കും, ദൈവം പറഞ്ഞതേ നടക്കും. മനുഷ്യൻ പറഞ്ഞല്ല നടക്കുന്നത്, ദൈവം പറഞ്ഞതേ നടക്കും. അപ്പോൾ നമ്മൾ നോക്കേണ്ട ആരെ? പേടിപ്പിക്കുന്ന ആൾക്കാരെയല്ല, പേടിപ്പിക്കുന്ന ദുർഭൂതങ്ങളല്ല, ഭയപ്പെടുത്തുന്ന മനുഷ്യൻ്റെ ആരവാരത്തെയല്ല, പിന്നെയോ ശക്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയെ. ഹല്ലേലൂയ. അടുത്തവരെ ആ, അവൻ എൻ്റെ നാമത്തെ അറിയുകയാണ്, ഞാൻ അവനെ ഉയർത്തും. അടുത്ത, നാമത്തെ അറിയുന്ന മക്കൾക്കാണ് ഉയർത്തലുള്ളത്. എങ്ങനെ? നാമത്തെ അറിയുന്ന, ക്രിസ്തു ആരെന്നറിയുന്ന ആ മക്കള് ഇന്നല്ലെങ്കിൽ നാളെ, ഞാൻ പറയാം, ഈ ഭൂമിയിലെ കാര്യമല്ല ഞാൻ പറയാം, സ്വർഗത്തിലെ കാര്യം എൻ്റെ അപ്പൻ വിളിച്ച് നിർത്തി സംസാരിക്കുന്നൊരു ദിവസമുണ്ട്. വിശ്വസ്തതയോടെ ഭൂമി ജീവിച്ച, എങ്ങനെ വിശ്വസ്തത, എല്ലായിടത്തും വിശ്വസ്തത വേണം, എല്ലായിടത്തും. ദൈവം നമുക്ക് അങ്ങനെ തരട്ടെ. സ്വത്രം. കുടുംബജീവിതത്തിനകത്ത് വിശ്വസ്തത, അപ്പനമ്മ മക്കൾ ബന്ധത്തിൽ വിശ്വസ്തത, സഭയ്ക്കകത്ത് വിശ്വസ്തത, ദേശത്തിൽ വിശ്വസ്തത, ദൈവം ഏൽപ്പിക്കുന്നിടത്ത് വിശ്വസ്തത. ദൈവ ശുശ്രൂഷ ഏൽപ്പിച്ചാൽ അവിടെ അതിൻ്റെ പിന്നിൽ മറ്റൊരു ലക്ഷ്യമില്ലാതെ വിശ്വസ്തതയോടെ ചെയ്യുക. കണ്ടോ? പ്രാർത്ഥന ഏൽപ്പിച്ച പ്രാർത്ഥിക്കുക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എന്താണോ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ ഓരോന്നും നമ്മളെ ഏൽപ്പിക്കുന്നത് ഈ പുതുവർഷം വിശ്വസ്തതയോടെ ചെയ്യുന്ന വർഷമായി മാറട്ടെ. അടുത്ത വരി കൂടെ, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, കണ്ടോ, ഉത്തരം അരുളുന്ന വർഷം. ഈ നാളുകളിൽ കർത്താവ് നമ്മുടെ ശബ്ദം കേൾക്കും, നമുക്ക് ഉത്തരവും തരും. അടുത്ത വരി, കഷ്ടകാലത്ത് കൂട്ടുകാരും ബന്ധുക്കളും എന്ത് ചെയ്യും? ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് കഷ്ടത വന്നപ്പോൾ ബന്ധുക്കളും കൂട്ടുകാരും ഭാര്യ പോലും മാറി, പക്ഷെ മാറാത്തതാര്? യേശു. ആരൊക്കെ മാറിയാലും നമ്മുടെ കൂടെ ആരും മാറത്തില്ല, യേശു കർത്താവ് മാറുകയില്ല. അടുത്ത വാക്യം, ദീർഘായുസ്സുണ്ട്. സ്തോത്രം. കടന്നു വന്ന എല്ലാവരും ദീർഘായുസ്സുകൊണ്ട് ദൈവം തൃപ്തിയെടുത്തിട്ട് കുടുംബത്തിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും ആയുസ്സോടെ, ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ, ബലത്തോടെ, ദീർഘായുസ്സോടെ പോകുമ്പോൾ വരുമ്പോൾ വാഹനങ്ങളിൽ, ഉപജീവനങ്ങളിൽ, ഭവനങ്ങളിൽ എല്ലാം ആയിരിക്കാൻ, ഒപ്പം കർത്താവിൻ്റെ മഹത്വമായി കർത്താവ് ഏൽപ്പിക്കുന്നത് വിശ്വസ്തതയോടെ ക്രിസ്തുവിൽ നിന്ന് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് എല്ലാവരും സഹായിക്കട്ടെ. യെശയ്യാവ് 60:4 വാക്യം വായിക്കുമ്പോൾ, 3-ാം വാക്യം വായിക്കുമ്പോൾ, ജാതികൾ നിൻ്റെ പ്രകാശത്തിലേക്കും, കണ്ടോ, ഒരാൾ എഴുന്നേറ്റ് പ്രകാശിക്കുമ്പോൾ, ആ പ്രകാശം നമ്മുടെ മേൽ ഉദിക്കുമ്പോൾ, ജാതികൾ, ദൈവം ഇല്ലാത്ത മക്കൾ, ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത മക്കൾ നമ്മളിലൂടെയുള്ള യേശുവിൻ്റെ പ്രകാശം കണ്ട് അവരെവിടെ വരും? യെശയ്യാ 60 വായിച്ചേ, 60:3 വായിച്ചേ. കണ്ടോ, ഉദയശോഭയേതാ? ക്രിസ്തു. ദൈവത്തിൻ്റെ സ്വത്ത്. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ആരുടെ തേജസ് ഉദിച്ചത്? നമ്മുടെ മേൽ യഹോവയുടെ തേജസ്. അന്ധകാര ഭൂമിയെയും കുരുട്ട് ജാതികളെ മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും, അവൻ്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ഇങ്ങനെ ഇത്രയും നടക്കുമ്പോൾ, ഈ തേജസ് പ്രത്യക്ഷമാകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന്, ജാതികൾ നിന്റെ പ്രകാശത്തിലേക്ക് വരും. യേശുവിനെ കണ്ടുമുട്ടാത്തവർ നമ്മളിലൂടെ ഈ പുതിയ വർഷം ആ പ്രകാശത്തിനകത്ത് നമ്മൾ ഇരിക്കട്ടെ. നമ്മളിലൂടെ ഒരു കൂട്ടം പേർ യേശുവിനെ കണ്ടുമുട്ടുന്ന ഒരു വർഷമായി മാറട്ടെ. ജാതികൾ പ്രകാശത്തിലേക്ക് വരും. അടുത്ത്, രാജാക്കന്മാർ നിന്റെ ഉദയ ശോഭയിലേക്ക് വരും. അടുത്ത്, നീ തല പൊക്കി ചുറ്റും നോക്കുക, അവർ എല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു. നിന്റെ പുത്രിമാരെ ദൂരത്ത് നിന്ന് വരും, നിന്റെ പുത്രിമാരെ പാർശ്വത്തിങ്കിൽ വഹിച്ചു കൊണ്ടുവരും. അപ്പോൾ നീ കണ്ട് ശോഭിക്കും, നിന്റെ ഹൃദയം പിടച്ച് വികസിക്കും, സമുദ്രത്തിൻ്റെ ധനം നിന്റെ അടുക്കൽ ചേരും. ഇതെല്ലാം ഓരോരുത്തർക്കും ഉള്ള വചനങ്ങളാണ്. സ്തോത്രം. സമുദ്രത്തിലെ ധനം നിന്റെ അടുക്കൽ ചേരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. ഒന്നുകൂടെ വായിച്ചേ, 5-ാം വാക്യം. 5-ാം വാക്യം ഒന്ന് വായിച്ചേ.
ഹല്ലേലൂയ. ഇന്ന് ഇതിനകത്ത് ഞാൻ നിർത്താൻ പോകുകയാണ്. സ്തോത്രം. കടന്നു വന്ന ഓരോ മക്കളെയും ഈ വചനം നിറയ്ക്കുകയാണ്. സ്തോത്രം. യഹോവയുടെ തേജസ് നിങ്ങളുടെ മേൽ ഉദിച്ചിരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കുക. യഹോവയുടെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെ മൂടുന്നു. ഓ, നിന്റെ മേലോ യഹോവയുടെ തേജസ് ഉദിച്ചിരിക്കുന്നു. സ്തോത്രം. എഴുന്നേറ്റ് പ്രകാശിക്കാമോ? കഴിഞ്ഞ നാളുകളിൽ എവിടെയെല്ലാം വീണുപോയോ അവിടെ നിന്നെല്ലാം ചാടി എഴുന്നേറ്റ് ഈ പുതുവർഷത്തിൽ ആത്മാവിൻ്റെ ബലത്തോടെ ഒരു കൂട്ടം വരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ, ക്രിസ്തുവിൻ്റെ മഹത്വമായി മാറുവാൻ. ഒന്നിനെക്കുറിച്ച് പതറണ്ട. യേശു അറിയാൻ നമ്മുടെ തലയിൽ ഒരു മുടി പോലും പൊഴിയത്തില്ല. ഈ പുതുവർഷം സന്തോഷവും സമാധാനവും ആശ്വാസവും ധൈര്യവും ഉറപ്പും എല്ലാവർക്കും തരട്ടെ. പോകുമ്പോഴും വരുമ്പോഴും ഭവനത്തിനകത്ത്, വിദ്യാഭ്യാസ മേഖലയിൽ, പരീക്ഷകളിൽ, സ്കൂളിൽ, കോളേജ് തലങ്ങളിൽ, ഭവന തലങ്ങൾക്കകത്ത്, കുടുംബജീവിതത്തിനകത്ത് എല്ലായിടത്തും പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. വാഹനയാത്രയിൽ കൂടെ ഇരിക്കട്ടെ, സഭകളിൽ കൂടെ ഇരിക്കട്ടെ, ശുശ്രൂഷകൾ കൂടെ ഇരിക്കട്ടെ. നിങ്ങൾ